പ്ലാവിലൊക്കെ കുറെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടല്ലോ. എന്നുകൊണ്ടൊന്ന് ഇന്നലെ വാടി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അവര് വെട്ടിട്ട് തിരക്കൊണ്ടിര ചേറ് പ്രാവശ്യം അവര് പറഞ്ഞു വേറെ വീട്ടുകാർ ഉണ്ട് അത് വെട്ടി കൊടുക്കണം പറഞ്ഞു. ഇത് വെട്ടാൻ 100 രൂപയ്ക്ക് കുറേശ്ശെ കൊടുക്കാമല്ലോ. പിന്നെ കുറച്ച് കൊടുത്ത് നിർത്തി വെച്ചേക്കാം. ഇവരെ അപ്പുറത്തെ കൂടെ കെട്ടാൻ വ്യാഴാഴ്ച പറഞ്ഞോ. വ്യാഴാഴ്ച ഇന്നുണ്ട്. അതെവിടെയെന്ന് അറിയോ? ചന്ത നടക്കുന്ന സ്ഥലം ഇവിടെ നമ്മുടെ ട്രഷറിയുടെ അവിടെ. ഞാൻ ചോദിച്ചവരോട്. അവിടെ എല്ലാ തരം പലഹാരങ്ങളുണ്ട്. വെയിലാറിട്ട വരുള്ളായിരിക്കും ഒരു 3:30. എല്ലാ തരം പലഹാരവും ഉണ്ട്. പക്ഷെ വില കുറവാടി. ഉണ്ണിയപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വിൽക്കാം. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ കുറച്ച് അച്ചാറും കിച്ചാറൊക്കെ മറ്റേ സ്ഥലത്ത് കൊണ്ടുപോയി വിറ്റ്. അച്ചാറല്ല, മറ്റേ കൊണ്ടാട്ടം 4-5 പാക്കറ്റ് പോയി. പക്ഷെ ആൾക്കാർക്ക് ഫുഡ് ഐറ്റംസിനോട് താല്പര്യം. കൈയോടെ തിന്നണം. പുതിയ ചെരുപ്പാന്നോണ്ട്. ഇതാ നമ്മളെ മഹേശ്വരി. ഞാൻ മഹു എന്നാ വിളിക്കത്. മഹു മഹു മഹീന്ന് വിളിച്ചാലെന്നാ? മഹീന്ന് വിളിക്കട്ടെ. ആടിനെ മാറ്റിക്കെട്ടാണ് വിദ്യ. തല്ലിട്ടിയാ ഇതിന്? നല്ല കുട്ടി. ആടിനെ ആടിനെ കിടന്നോടത്ത് പോവാണ്. ഞാനുണ്ട്, മഹു ഉണ്ട്. എന്താ ആടിനെ അവിടെ കെട്ടിട്ട് നിൽക്കാണ്. വാ കാണിച്ചതാ. വീഴാണ്ട്. എവിടെ ആടെവിടെ? ആടിനെ കാണാനില്ല. അതെ, ആടിനെ അവിടെ കെട്ടിട്ട് നിക്കാണ്. കണ്ട? കാണിച്ചരടി നിന്നെ. ഇന്നല്ലോ വിളിക്കണ്ടല്ലോ ഇത്. അതിനാണ് തള്ളക്കില്ലേ ആവലാതി. ഞാൻ ഇവിടെ വലിയ അന്തസ്സായിട്ടിരുന്ന എന്നെ ഒന്ന് ഇടിക്കോ? അതന്നെ ഞാൻ പറഞ്ഞത്. ഒന്നുമില്ലേ? ചെറുതുണ്ടാ? അയ്യോ, 1 മിനിറ്റ് റെഡി. ബി കെയർഫുൾ. ഇവളിവിടെ ചവിട്ടി പിടിച്ചേക്ക് കയറ്. അട്ടുമ്പ മൂത്രയിച്ചു. കോക്കനട്ടാ?
കോക്കനട്ട് അങ്ങനെ താഴെ വീഴും. കോക്കനട്ട് കോക്കനട്ട് ട്രീ. ആ ഈ ചെമ്മീൻ പുളി കുറേ ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന. നിന്റെ നിന്റെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി മറ്റേ ചാള മേടിക്കുമ്പോ ചാളക്കറിയിലിട്ട് വയ്ക്കായിരുന്നു. അപ്പൊ ഇവിടെ കുറേ ഇത് നമ്മള് ചെമ്മീൻ പുളി എന്ന് പറയും. ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കണ്ട്. വിദ്യയുടെ ആണ് എന്നും പറയാ അല്ലെന്നും പറയാ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണത്. നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടൂസ് ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ചോദിക്കട്ടാ. ഇരിക്ക അവള് കിടന്ന പറക്കണത് ഇവിടെ. അതെ അതെ ഇതൊക്കെ എങ്ങനെ? അയ്യോ ആ ആ ആ ആ ആ അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധനം പറിക്കാവോ? ഇതത് ബംബ്ലൂസ് ആ പറിക്കാൻ പറ്റുമോ? എന്താത് ആവണോ? ആയ നമുക്ക് പറിക്കാമോ? പറിക്കോ? ചീത്ത അറിയോ ആരേലും? പറഞ്ഞ ധൈര്യമായിട്ട് പറ. തല്ലോ? അങ്ങനെ നമ്മുടെ വിദ്യ എനിക്ക് ചെമ്മീൻ പുളി പറിച്ച് തരികയാണ്. ചെമ്മീൻ പുളി എന്നും പറയും. നിങ്ങൾ എന്താ പറയണ? ഇരുമ്പം പുളി. ആ ഞങ്ങൾ ചെമ്മീൻ പുളി എന്നും പറയും, ഇരുമ്പം പുളി എന്നും പറയും. അങ്ങനൊന്നും ഇല്ല, അത് പറയാം, അങ്ങനെ പറയും. ആ ചെമ്മീനല്ല, അവളുടെ ഒരു വ്യാകരണം വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്. ഇരുമ്പ് സത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് അത് ഇരുമ്പമ്പുളി എന്ന് പറയുന്നത്. ശരിയാണോ ഗൈസ്? കമന്റ് ഇടറേ. നിങ്ങൾക്കറിയാവുന്ന അറിവ് ഒന്ന് കമന്റ് ഇടറേ. ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്. ആ ഓക്കെ. അപ്പൊ ദാ എനിക്കുള്ള ഫസ്റ്റ് ആ അതിന് വലിയ എക്സ്പ്രഷൻ. ആ അതാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പുളിയുണ്ട്. അപ്പൊ ഇനി ഞാൻ തിന്നാൻ പോവാണ്. കണ്ണ് വെളിയിലോട്ട് നല്ല മധുരം. ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാണ്ട് ലേശം പൈസ കുറവുണ്ട് ടിക്കറ്റ് എടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് എന്തായാലും കുത്തിയിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അക്കൗണ്ട് നമ്പർ പറഞ്ഞു. ഉപജീവന മാർഗത്തിന് പൈസ ഇല്ലാണ്ട് പാവം നട്ടം ചുറ്റിയിരിക്കുകയാണ് അവിടെ വട്ടം കറങ്ങി. കണ്ട തലയ്ക്ക് കൈ കൊടുത്തിട്ടാണ് അവള് ഇരിക്കണത്. മോൻ തിന്നോട്ടാ.
അതായത് ആദ്യം തിന്ന പുളിക്ക് വലിയ പുളിയില്ലായിരുന്നു, ഇപ്പൊ തിന്നതിന് നല്ല പുളിയുണ്ട്. ആ വെളുതിന് പുളി ഉണ്ടാവും, ചെറുതിന് പുളി വേണം. കൊക്കുവടയാണ് നമ്മുടെ മഹേശ്വരിയുടെ ഇഷ്ട ഭക്ഷണം. കണ്ട, ഇതാണ് ആ തൃശ്ശൂർക്കാർക്കാണ് കേട്ടോ കൊക്കുവട, നമ്മളെ എറണാകുളം ജില്ലക്കാർക്ക് പക്കവട. താങ്ക്സ്. കുറച്ച് കയ്യിലുണ്ടാവും. ഇവിടെ കൊണ്ടുപോണ്ടോ ടിക്കറ്റ് എടുക്കാൻ? നീ ഇവിടെ ഇരുന്നോ? ഞങ്ങള് പാട്ടോളാം. നീ ഇവിടെ ഇരുന്നോ? ടിക്കറ്റ് എടുക്കാൻ കൊണ്ടുപോകില്ല. മഹേശ്വരി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ നീ വീടിന്റെ ഉള്ളിൽ അടച്ചിരുന്നോട്ടാ. മഹു 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 ഇവിടെ ഇരിക്കല്ലേ? മഹു എന്നില്ല. ആ അവളങ്ങനെ തന്നെയാ. ലോട്ടറി വിൽക്കാനായിട്ട് ഞാൻ യാത്ര അവിടെ വരക്കില്ല എന്ന് പറയും. കൂടെ പോയി കഴിഞ്ഞാൽ അവള് അവളെ സ്വഭ മാറി കാറ്റില്ല. അപ്പൊ വിദ്യയുടെ കൂടെ പോയി ലോട്ടറി വിൽക്കലാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ക്ലാസ് ഇല്ല. ഇനിയിപ്പൊ തിങ്കളും ജോലിയില്ല. താങ്ക്സ്, വെൽക്കം പറ. ഇപ്പം അമ്മയുടെ കൂടെ ലോട്ടറി വിൽക്കാൻ പോലാണ് ഇപ്പൊ പണി അല്ലേ? അവിടെ വെച്ച് തല്ലുകൂടി പറയാ, അമ്മ പൊക്കം ഞാൻ ലോട്ടറി വിട്ടോളാം. മതി 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 അടുത്തേക്ക് മതി. അതാണ് നമ്മുടെ മഹു. ഇപ്പൊ തുടങ്ങി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള. ഒറ്റയ്ക്ക് ലോട്ടറി വിൽക്കോ? ഇന്ന് എനിക്ക് കുറച്ച് റിലാക്സ് ആണെന്നറിയാം. മേല സ്റ്റോക്ക് ഉണ്ട്.